തൃശ്ശൂർ നടക്കുന്ന മൂത്രചികിത്സാ സമ്മേളനത്തിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഞാൻ നടത്തിയിരുന്നു. 2 പ്രഭാഷണം നടത്തിയിരുന്നു. അതിൻ്റെ 3ാമത്തെ സെക്ഷനാണ് പറയുന്നത്. അതിൽ 1ാമത്തേതിൽ എന്താണ് മൂത്രചികിത്സ, അതിൻ്റെ തട്ടിപ്പുകൾ എന്താണെന്നും 2ാമത്തേതിൽ എന്തുകൊണ്ട് മൂത്രം ഒരു മെഡിസിൻ ആവുന്നില്ല എന്നതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി 3ാമത്തെ കാര്യത്തിൽ പറയാൻ പോകുന്നത്, 3ാമത്തെ സെക്ഷൻ, ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത് മൂത്രചികിത്സയുടെ ആ യോഗത്തിൽ സംസാരിച്ച ഒരു സിനിമ നടൻ കൊല്ലം തുളസി അവിടെ നടത്തിയ ചില പ്രസ്താവനകളും അതിൻ്റെ വസ്തുതകളും. ആ കൊല്ലം തുളസിയുടെ പ്രസ്താവന പ്രകാരം അദ്ദേഹം 10 കൊല്ലമായിട്ട് ക്യാൻസർ ചികിത്സയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ മൂത്രം കുടിച്ചപ്പോൾ മാറി, അല്ലെങ്കിൽ മൂത്രം പുരട്ടിയപ്പോൾ മാറി എന്നാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത് നാരായണൻ വട്ടോളി പരിഭാഷപ്പെടുത്തിയ വാട്ടർ ഓഫ് ലൈഫ് പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇതിനെപ്പറ്റി അറിയുന്നത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതോ സുഹൃത്തായിരിക്കുന്ന വിദുരയിലുള്ള രോഹിണി വിജയൻ നായർ എന്ന് പറഞ്ഞ നായർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചികിത്സ സ്വീകരിക്കുന്നതും എന്നും പറഞ്ഞു. അപ്പോൾ ഈ ക്യാൻസർ ഈ 10 വർഷമായിട്ട് ഇദ്ദേഹം ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആർ സി സിയിൽ നിന്ന് അദ്ദേഹം ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയും ആ പ്രസംഗത്തിൽ അവിടെ വന്നിട്ട് പറയുന്നത്, ക്യാൻസർ കാരണം എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ശരീരത്തിൽ അങ്ങ് ചുവന്ന തുടിപ്പുകളൊക്കെ വന്നു, കളറ് മാറി, അതേപോലെ നടക്കാൻ വിഷമം, ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ ദിവസവും അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട്, അതായത് ബോണസ് ആയിട്ട് കണ്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ മൂത്രചികിത്സയിലേക്ക് കടക്കുന്നതും ആ മൂത്രലേപനം പുരട്ടിയപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്ന ബഹുരസാണ്. ഈ പറയുന്ന സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല എന്ന് പറയുന്നു. കണ്ണിൻ്റെ കാഴ്ചയെ പറ്റി പറയുന്നത്, എൻ്റെ നിലവിലുള്ള ആ കണ്ണിൻ്റെ കാഴ്ചക്ക് ആ കുറവുണ്ടെങ്കിലും മറ്റേ കണ്ണിന് നല്ല കാഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം മൂത്രം എടുത്തിട്ട് കണ്ണിലൊഴിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ക്യാൻസർ കൊണ്ട് ഉണ്ടായ ആ ഒരു അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചെന്താണ്, കീമോതെറാപ്പി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന സൈഡ് എഫക്റ്റ്, ആ സൈഡ് എഫക്റ്റ് സാധാരണഗതിയിൽ കീമോതെറാപ്പീൻ്റെ കോഴ്സൊക്കെ കഴിയുമ്പോൾ ആ സൈഡ് എഫക്റ്റ് അങ്ങോട്ട് മാറും. ഇപ്പം ഉദാഹരണമായിട്ട് മുടി കൊഴിച്ചൽ, അല്ലെങ്കിൽ ഛർദി, അല്ലെങ്കിൽ ശരീരത്തിൽ തടിച്ചു പൊന്തൽ, ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ എല്ലാ ക്യാൻസർ രോഗികൾക്കും കീമോതെറാപ്പി കഴിഞ്ഞ ശേഷം ഒരു വർഷത്തിനുള്ളിൽ പഴയപടി തന്നെ ആവുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇദ്ദേഹം പറയുന്നത് RCCയിൽ നിന്ന്, ഇദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നതാണ്, RCCയിൽ നിന്ന് ക്യാൻസറിൻ്റെ നിലവിലെ സ്റ്റേറ്റ് അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രതീക്ഷേൻ്റെ അത്ര ഇത് വ്യാപിച്ചിട്ടില്ല എന്നാണ് അതിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയെന്ന്. അതായത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ കുറഞ്ഞത്. അദ്ദേഹത്തോട് വേറൊരാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മൂത്രം കുടിച്ചുകൊണ്ട് നിങ്ങളെ ക്യാൻസർ മാറി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ ക്യാൻസർ മാറി എന്നുള്ള എൻ്റെ അനുഭവമാണ്, മൂത്രം ഞാൻ കുടിച്ചിട്ടുണ്ട്, ക്യാൻസർ മാറി എന്നുള്ള അനുഭവമാണ് ചോദിച്ചത്, അതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിലെ പ്രധാന അപാകത എന്ന് പറയുന്നത്, ഒരു ചികിത്സാ രീതി തുടരുകയും അതിൻ്റെ അവസാനം മറ്റൊരു ചികിത്സ സ്വീകരിക്കുകയും അത് എടുത്തത് കൊണ്ടാണ് ഇത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം മാത്രമാണ് ആ വേദികളെ അനുഭവ സാക്ഷിയായിട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പുറത്ത് പറയുന്നത്, എൻ്റെ ക്യാൻസർ മാറിയത് മൂത്രം കുടിച്ചുകൊണ്ടാണ്. അദ്ദേഹം മൂത്രം കുടിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്, പക്ഷേ ക്യാൻസറിൻ്റെ ചികിത്സ എടുത്തിട്ടുണ്ട്. ക്യാൻസറിൻ്റെ ചികിത്സ എടുത്തുകൊണ്ട് ക്യാൻസർ മാറി എന്നുള്ളത് RCCയിലെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. RCCയിലെ പരിശോധന ഇപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് ക്യാൻസർ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതേപോലെയാണ് പല അനുഭവ സാക്ഷ്യങ്ങളും. ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത്. ഇതേപോലെ മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സിബി വെല്യത്ത എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി, ഉമിനീർ ഗ്രന്ഥിയിൽ ഒരു ക്യാൻസർ വന്നു. അദ്ദേഹം RCCയിലെ ചികിത്സ എടുത്തു. അദ്ദേഹം തന്നെ ഗംഗാധരൻ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു, ഉമിനീർ ഗ്രന്ഥിയിലെ ക്യാൻസറാണ്, ഇനീഷ്യൽ സ്റ്റേജാണ്, കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ടത് മാറുമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പക്ഷേ ഫോളോ അപ്പ് കൂടി നിർദ്ദേശിച്ചിരുന്നു. ഇദ്ദേഹം ഈ ചികിത്സ സ്വീകരിക്കുകയും തുടർന്നിട്ട് തന്നെ മുള്ളൻ ചക്ക, അതേപോലെ തന്നെ ലക്ഷ്മി തരു, ഇത് രണ്ടും ഉപയോഗിക്കുക മാത്രമല്ല, ഇത് ക്യാൻസറിന് നല്ല മരുന്നാണെന്നുകൊണ്ട് കംപ്ലീറ്റ് പ്രചരിപ്പിച്ചു. നാട് മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ട് പുതിയ ക്യാൻസർ രോഗികൾക്ക് ഇത് ചികിത്സ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സ്വയം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ ഏകദേശം ശമിച്ചു കഴിഞ്ഞു. തുടർ പരിശോധനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചതൊന്നും ഇദ്ദേഹം പോയില്ല. അപ്പോൾ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ക്യാൻസർ പിന്നെയും തിരിച്ചു വന്ന് അത് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചിട്ട് പോലും ഇപ്പോഴും ഈ ലക്ഷ്മി തരുവും മുള്ളൻ ചക്കിയവും ക്യാൻസറിന് മരുന്നാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നതിന് ശേഷം RCCയിലെ ഡോക്ടർ ഗംഗാധരൻ തന്നെ ഈ പറയുന്ന
ഈ രോഗിയുടെ ഹിസ്റ്ററി അടക്കം ആ രോഗി ഇപ്പോൾ ഇന്നില്ല. കാരണം മാറുന്ന ഒരു ക്യാൻസറിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള ചികിത്സ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് ലക്ഷ്മി തരൂ ഒക്കെ ഉപയോഗിച്ചിട്ട് മരിച്ചു. അതുകൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. ഇനി ഇദ്ദേഹം നിർദ്ദേശിച്ച ഇതേ ചികിത്സ സ്വീകരിച്ച ഒരാളാണ് ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു നടൻ. ഈ ജിഷ്ണു എന്ന് പറഞ്ഞ നടൻ എന്ത് ചെയ്തു? ഈ പറയുന്ന മുള്ളൻചക്കയും ലക്ഷ്മി തരൂ ഒക്കെ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഇവരുടെ പ്രചാരണത്തിൽ വീണുകൊണ്ട് ഇദ്ദേഹം അത് സ്വീകരിക്കുകയും ക്യാൻസർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുകയും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ ഇത് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിരിക്കുന്നത്. അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് കപട ചികിത്സയുടെ എല്ലാം കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കപട ചികിത്സയുടെ ആൾക്കാരിൽ ഇതേപോലെ വേദികളിൽ വന്നിട്ട് കൊല്ലം തുളസീനെ പോലത്തെ, അതായത് കുറച്ച് പേരുള്ള ആൾ ഇതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെ വിവരമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു വിവരം ഉണ്ടാവില്ല. എന്താണ് ക്യാൻസർ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ടീമാണ് പറയുകയാണ് എൻ്റെ ക്യാൻസർ മാറിയത് മൂത്രചികിത്സ കൊണ്ടാണ്, എൻ്റെ ക്യാൻസർ മാറിയത് ഹോമിയോനെ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ പറയുമ്പോൾ അതിനൊന്നും യാതൊരു അടിത്തറയില്ല എന്ന് മാത്രമല്ല, ഇത്തരം അസംബന്ധങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ക്യാൻസർ വന്നിട്ട് ചികിത്സയ്ക്ക് പോകുന്നവർക്ക് നഷ്ടപ്പെടുന്ന ജീവിതമായിരിക്കും. ഇവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ യഥാർത്ഥത്തിൽ 10 വർഷം RCCയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഭാഗമായിട്ടാണ് മാറിയത്, അല്ലാതെ 2 വർഷം ശേഷം മൂത്രം കുടിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും തെറ്റിദ്ധാരണപരമായ കാര്യങ്ങളാണ് ഇത്തരം അനുഭവ സാക്ഷ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് പറഞ്ഞത്.